മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ, ഇപ്പോൾ വിസ്മയ മോഹൻലാൽ, മോഹൻലാലിൻ്റെ മോൾ, മോഹൻലാലിൻ്റെ മോൻ, ആന്നി പെരുമാറിൻ്റെ മോനും വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ ആൾക്കാർ നല്ലപോലെ സഹിക്കുന്നുമുണ്ട്. സഹിക്കുക മാത്രമല്ല, പിന്നെ ഇവർ വരുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഒരുപാട് മീഡിയക്കാർക്ക് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട്. വേറെ ഒരു പടം ഇറങ്ങിയ എല്ലാത്തൊരു പ്രത്യേകതരം ആവേശവും പ്രത്യേകതരം റിവ്യൂവും പ്രത്യേകതരം മറ്റേ റെസ്പോൺസ്, തിയേറ്റർ റെസ്പോൺസ്. ഇന്നേ വരെ നമ്മളിങ്ങനെ സിനിമ കണ്ടിട്ടില്ലെന്ന് തോന്നിപ്പോവും. സത്യത്തിൽ വലിയ സംഭവമൊന്നുമില്ല, ഒരു സാധാരണ പടം, വളരെ സാധാരണമായ ഒരു സിനിമ. അതിൽ മോഹൻലാലിൻ്റെ മോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുമ്പോൾ മോഹൻലാലിൻ്റെ കുടുംബം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിറച്ചേക്കുക. അത് ഇവിടെ എത്രയോ നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഇത്രയും നല്ല സിനിമകൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത എന്ത് അതിനകത്ത് ഇരിക്കുന്നത് ഒന്നുമില്ല. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ റിവ്യൂ ഒക്കെ അങ്ങ് മാറും. ഇനി ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ ഇറക്കി എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തും പറയുന്ന തരം നാറികൾ ഇവിടെ ഉള്ളതുകൊണ്ട് എഴുതുകയും ചെയ്യും, വീഡിയോ എടുക്കുകയും ചെയ്യും. അയ്യോ, ഇതെല്ലാം ചെയ്യും ഇവർ. അതിനുള്ള ആൾക്കാരോട് ഇഷ്ടം പോലുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് മാക്സിമം നടന്നിട്ടുണ്ട്. അത് നമുക്ക് ഉറപ്പല്ലേ. മോഹൻലാലൊക്കെ പടം അറിയാമല്ലോ, 2-3 ദിവസം എന്തൊരു ബഹളോ, കോട്ടെ പാട്ടെ, തിയേറ്റർ നിറച്ച ആള്, എന്നിട്ട് ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നവരെല്ലാം സൂപ്പർ സൂപ്പർ ലാലറ്റ് മോൾ സൂപ്പർ, ലാലറ്റിൻ്റെ മറ്റേ മോൻ സൂപ്പർ, എല്ലാവരും സൂപ്പർ ആകട്ടെ, എല്ലാവരും ഫാമിലി സൂപ്പർ ആകട്ടോ, സൂപ്പർ ഫാമിലിയാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരും. ഇതൊക്കെ കണ്ടിട്ട് കുറേ പട്ടന്മാർ പോയി കാണുകയും ചെയ്യും. ഈ OTT വന്നു കഴിയുമ്പോൾ ആൾക്കാർ ഓടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക കളിയാക്കി കൊല്ലും. അതാ വേറെ രസം. ബാരേഷൊക്കെ ഓർമ്മയുണ്ടല്ലോ, അത്രയും അതപ്പതിച്ച രീതിയൊന്നും ഈ സിനിമയ്ക്കകത്ത് കാണത്തില്ല. കാരണം ഇതിൻ്റെ ഡയറക്ടർ മോഹൻലാൽ അല്ലാത്തതുകൊണ്ട്, മോഹൻലാലിൻ്റെ മോള് ഉള്ളതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു പടം മോഹൻലാലിൻ്റെ മോളല്ലെങ്കിൽ ചിലപ്പോൾ തിയേറ്റർ പോലും കാണാതെ പോവുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കാം അങ്ങനെയൊക്കെ. ഇങ്ങനൊരു സിനിമ ഈ തുടക്കം പോലത്തെ ഒരു സാധാരണ പടം, അതിനെ മോഹൻലാലിൻ്റെ മോളെ കൂടെ അഭിനയിപ്പിച്ച് മോഹൻലാലും കുടുംബവും അയൽവക്കക്കാരും ഡ്രൈവറും അവിടുത്തെ മറ്റേ വേലക്കാരും എല്ലാം കൂടെ വന്നിട്ട് കിടന്ന് പ്രൊമോഷൻ ചെയ്യുന്നേ കാണുന്നത്. അയൽവക്കത്ത് നാട്ടിലുള്ളവരൊക്കെ വന്നിട്ടുണ്ട്, പരിചയത്തിലുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട്, ഫാമിലി ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് പ്രൊമോഷൻ. ഏതെങ്കിലും ഇവിടെ എത്ര നല്ല പടങ്ങൾ നിങ്ങൾ കണ്ടു? ഇങ്ങനെ കാണുമോ? പുതുമുഖ നായകന്മാർ എത്ര പേര് വന്നു? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? എനിക്കിത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുച്ഛം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, മോഹൻലാലിൻ്റെ കഴിവുണ്ടെങ്കിൽ അത്രയും പ്രൊമോഷൻ വേണ്ടി വരത്തില്ല. അതൊക്കെ തന്നെ എവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ നിലയിൽ എത്തിയേനെ. ഈ മോഹൻലാലൊന്നും ഇങ്ങനെ വല്ലവരും താങ്ങിക്കൊണ്ട് നടന്ന് അപ്പനും അമ്മയും കൂടെ പൊക്കിയെടുത്ത് നടന്നിട്ടല്ലോ ഈ നിലയിൽ എത്തിയതാണോ? അല്ല മമ്മൂട്ടി അങ്ങനെയാണോ? പക്ഷേ മമ്മൂട്ടി മോനെ കൊണ്ടൊക്കെ നടക്കാറില്ല. മോഹൻലാലിൻ്റെ മക്കളെ കൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. കാരണം ആ കൊച്ചിനും ആ ചെറുക്കനൊന്നും അഭിനയിക്കാൻ അറിയത്തില്ല. വേറെ എന്തെങ്കിലും കഴിവുണ്ടോ എന്നുള്ളത് അവർക്ക് ആർക്കും അറിയത്തില്ല. ഇവർക്ക് എല്ലാവർക്കും കൂടെ എന്തെങ്കിലും കഴിവുണ്ടോ? മോഹൻലാൽ പക്ഷെ നല്ല കഴിവാ. അയ്യോ, എന്നാ കഴിവാ! ഇത്രയും കഴിവുള്ളൊരു മനുഷ്യൻ ലോകത്ത് കാണത്തില്ല. 7ാം നമ്പർ എന്നല്ല, പുള്ളി 1ാം നമ്പറാണ്. 1 പൂജ്യം നമ്പർ. അതിൻ്റെ ഇപ്പുറത്ത് എന്തുകൊണ്ട് ഇട്ടാലും അതാവും. അതായത് മോഹൻലാലിൻ്റെ തൊട്ടിപ്പുറത്ത് ക്യാമറ വെച്ചാൽ മോഹൻലാൽ നടനാവും, തൊട്ടിപ്പുറത്ത് കൊണ്ട് ഈ തബല വെച്ചാൽ പുള്ളി ഒരു തബലിസ്റ്റാവും, തൊട്ടിപ്പുറത്ത് കൊണ്ടൊരു എന്താ പറയുക മൈക്ക് വെറുതെ വെച്ച് കൊടുത്താൽ അയാൾ പാട്ട് പാടും. അങ്ങനെ 0 ആണ് പുള്ളിയുടെ വാല്യൂ ശരിക്കും. 0 നടനല്ല, 0 മനുഷ്യൻ. എന്താണോ തൊട്ടിപ്പുറത്ത് അതിൻ്റെ വാല്യൂ കൂടും കുറയത്തില്ല എന്നാലും ഞാൻ പറയുക. അങ്ങനെ പുള്ളി. അയ്യോ, ഇത്രയും കഴിവുറ്റ മനുഷ്യൻ, എന്തൊരു കഴിവാന്ന്, എന്നാ കഴിവാന്ന്. അയ്യോ, അയാളുടെ കഴിവ് മാത്രം, പിള്ളേർക്കും ഒന്ന് കഴിവ്, കൂടെ നടന്ന ഡ്രൈവർക്ക് കഴിവ്, ഡ്രൈവറുടെ മോന് കഴിവ്, ഇങ്ങനെ കൂടി കഴിവ് ഏറി അങ്ങ് പോവാ. അയ്യോ, എന്നാ കഴിവാന്ന് ഇവർക്ക്. മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കും കല്ലിനുണ്ടാവും സൗരഭ്യം എന്ന് പറയുന്ന പോലെയാന്ന് തോന്നുന്നു ആന്റി പെരുമാറിൻ്റെ മോൻ്റെ കാര്യം. അവനും അങ്ങ് അഭിനയിക്കുക എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല ഇവരൊക്കെ എങ്ങനെ ഇതിനകത്ത് ഇത് ഈ സിനിമയ്ക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ എന്താ ഇത് കുടുംബ സ്വത്തായിട്ട് മാറ്റുമോ എല്ലാവരും കൂടെ? അങ്ങനെയാണോ? അതൊരു കീഴടക്കമാണോ കേരളത്തിൻ്റെ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. പാട്ടുകാരനാണ്, മകൻ പാട്ടുകാരൻ, യേശുദാസിൻ്റെ മോൻ കിടന്ന് പാടുന്നുണ്ട്. എന്തല്ലേ എല്ലാം കൂടെ ഇറങ്ങിയേക്കുക. ഓൺലൈൻ മീഡിയക്കാരങ്ങ് അയ്യോ ഇത്രയും നല്ലൊരു പടം ഈ അടുത്തെങ്കിലും കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല, ഒരു കാശിന് വെള്ളത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ തള്ള എന്നും ഉള്ളതാണ്. മോഹൻലാലിൻ്റെ ഒക്കെ പടം ഇറങ്ങി കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാതെ തള്ളി കയറ്റി 100 പേരെ പിടിച്ച് കാണിച്ച് കൂടുതൽ നാണം കിടും. അല്ലെങ്കിൽ ആ സൈഡിൽ കൂടെ കാര്യം പോയാൽ ഇത് മോഹൻലാലിൻ്റെ മോളല്ലെന്ന് കാര്യം പറഞ്ഞു അങ്ങനെ ഒരു സാധാരണ രീതിയിൽ ഒരു പെങ്കുച്ചി ഈ ഒരു സ്റ്റൈലിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും? കുറേ പേർക്കൊക്കെ ഇടയ്ക്ക് നമ്മുടെ പെണ്ണിൻ്റെ പേരൊക്കെ നാഷണൽ അവാർഡ് കിട്ടിയൊരു പെണ്ണുണ്ട്, ആ മറ്റേ ലോ കോളേജിൽ നിന്നിട്ട് ഇങ്ങനെ കാണിച്ച് ബാലമുരളി, അപർണ ബാലമുരളി. ആ പെണ്ണ് കുറച്ച് തടി വെച്ചപ്പോഴത്തേക്കും എല്ലാവരും എന്തൊരു ബഹളമാണ്. അവർക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ട് തടി കൂടിയത്. അതുപോലെ തന്നെയാണ് അന്നാരാജൻ. അപ്പോഴത്തേനും എല്ലാവരും കളിയാക്കും. വണ്ണം വെക്കുന്നതോ കുറയ്ക്കുന്നതോ വണ്ണം ഉള്ളതോ ഇല്ലാത്തതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഇതൊക്കെ ഒരു എന്താ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരാളും തരം കൊണ്ട് ചെയ്യുന്നതിനകത്തുള്ള പ്രശ്നമേ ഉള്ളൂ. മീഡിയ ആവട്ടെ, ഇവിടുത്തെ മറ്റേ യൂട്യൂബറും ബ്ലോഗറും എല്ലാവരും കൂടെ ഓരോരുത്തരും ജസ്റ്റിഫൈ ചെയ്യാൻ വരുന്ന കാണുമ്പോൾ ഭയങ്കര കഷ്ടം തോന്നും. അതും ഈ പറഞ്ഞൊരു സാധാരണക്കാർക്ക് കിട്ടാത്ത വല്ല ആനുകൂല്യങ്ങളും എടുത്തും അയ്യോ മോഹൻലാലിൻ്റെ മോളായതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ടല്ല, അങ്ങനെ പറയത്തില്ല. ഉടനെ ഇതിനകത്ത് കയറി ഇത് വെക്കും. എന്നാൽ മറ്റൊത്തിരി പേര് ഇവിടെ ആൾക്കാർ കളിയാക്കുന്നുണ്ടെന്നേ. ഈ പറയുന്നവരൊക്കെ അവരെയൊക്കെ റിജക്ട് ചെയ്തു ഇടയ്ക്ക്. പിന്നെ ഇങ്ങനത്തെ ഒരു ആ കൊച്ചു അഭിനയിച്ചിട്ടില്ല പടത്തിനകത്ത്. അതിൻ്റെ എന്താ പറയുക ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത്. അത് ആ ഇൻ്റർവ്യൂ കാണിക്കുന്നവരൊക്കെ തന്നെ സിനിമയിൽ സ്ക്രീനിൽ വന്ന് കാണിച്ചിട്ട് പോയി. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ കാശൊക്കെ ഒത്തിരി കൊണ്ട് എന്തും ചെയ്യാന്നുള്ള ഒരു പരിപാടി മാത്രമായി മാറിയേക്കാണ് സിനിമയും. ഇത് അത്രേ ഉള്ളൂ.
എല്ലാവരുടെയും മക്കൾക്ക് ഇവിടെ എല്ലാ മക്കളോടും ഇറങ്ങിയേക്കുക. പണ്ട് ആദ്യം ഈ സിനിമയിൽ ഇത്രയും നാണക്കെട്ടില്ല. അന്നൊക്കെ മോഹൻലാലൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ച് നല്ല സിനിമകളൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞ് മിമിക്രിക്കാർ വന്നപ്പോൾ എല്ലാവരും ഓർത്തോ മിമിക്രിക്കാർ നശിപ്പിക്കുന്നു. പക്ഷേ മിമിക്രിക്കാരേക്കാൾ മോശമായി പോയി. മിമിക്രിക്കാർ അങ്ങനത്തെ മോശമൊന്നുമല്ല. ഒരുപാട് നല്ല സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒത്തിരി ഉണ്ട്. പിന്നെ അങ്ങ് മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമകൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കുളമായത്. അതിന് മുമ്പ് മിമിക്രിയിൽ നിന്ന് വന്ന എല്ലാവരും നല്ലതാണ്. എന്തിനാ സിദ്ദിഖ് ലാലൊക്കെ എന്തോ സിനിമകൾ, അവരുടെ ഒരു 5-6 പടമില്ലേ, അത് എന്തെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പറ്റും ആർക്കെങ്കിലും ഇവിടെ. മലയാളത്തിൽ ഭയങ്കര പമ്പൻ ഡയറക്ടർമാരൊക്കെ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും വന്നു ഒറ്റപ്പൊളി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കച്ചറകൾ കുറേ വന്നപ്പോൾ അലമ്പായി പോയതാണ്. അല്ലാതെ ജയറാം മിമിക്രി എന്നാണ് വന്നത്, ദിലീപ് ഒക്കെ വരുമ്പോഴത്തേന് ഏകദേശം കാര്യങ്ങൾക്ക് തീരുമാനമായി. അത് അപ്പോഴത്തേന് എന്താ പറ്റിയത്, ട്രെൻഡ് അങ്ങ് മാറിയെന്നെ, മീശപിരി മടിയൊക്കെ ആക്കി കളഞ്ഞു മറ്റവന്മാർ. ഫ്യൂഡൽ മാടമ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദിലീപിന് അതൊക്കെ ചെയ്യേണ്ടി വന്നതാണ്. അല്ലെ കോമഡിയൊക്കെ പറഞ്ഞ് നടന്നു പോയാൽ മോഹൻലാലിൻ്റെ അനിയനെ പോലെ. മോഹൻലാലൊക്കെ ആദ്യം ഓർക്കുന്നുണ്ട്, ഇങ്ങനത്തെ വലിയ ഇടിക്കാരൊന്നും അല്ല, പാവങ്ങളാണ്. അന്നൊക്കെ രസമാണ്. അന്നൊക്കെ മോഹൻലാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇമാതിരി തറ റോളുകൾ സ്ഥിരമായി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ആർക്കും ഇഷ്ടമല്ലാണ്ടായി പോയത്. അതുവരെയൊക്കെ ഡീസൻ്റ്, നല്ലൊരു കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് നല്ലൊരാളാണെന്ന് തോന്നിപ്പോകും. പക്ഷേ പിന്നെ അങ്ങോട്ട് കാണുമ്പോഴത്തേന് ഒരു വൃത്തിയായിട്ട ഒരു കച്ചറ ഒരു കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിക്കുമ്പോൾ മോഹൻലാൽ ഒരു കച്ചറയാണെന്ന് തോന്നിപ്പോയി. സത്യത്തിൽ പുള്ളി പണ്ടത്തെ സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്ന സമയത്തൊരു സ്വഭാവമുണ്ട്, അതും മാറിപ്പോയി. പിന്നെ വലിയൊരാളെ പോലെ അങ്ങ് നിൽക്കുക, എവിടെ ചെന്നാലും ഇങ്ങനെ നിന്നേ വരത്തുള്ളൂ. മീശ വിരിക്കണം, മുണ്ട് മടക്കി കുത്തണം, ബുള്ളറ്റ് സ്റ്റാർട്ട് ആക്കണം, കൂളിംഗ് ഗ്ലാസ് വെക്കണം, എന്തൊക്കെ ബുദ്ധിമുട്ടാണ്, താന്തയ്ക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ. പെണ്ണുങ്ങളെ കണ്ട കാല് മടക്കി ചവിട്ടി തൊഴിക്കണം. ഈ അങ്ങനെയൊക്കെ ആയിരുന്നു ഡിമാൻഡ്സ്. അങ്ങനെ പുള്ളിയുടെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ഈ മക്കൾ വന്നപ്പോണ്ടല്ലോ, മിമിക്രിക്കാർ കഴിഞ്ഞ് പിന്നെ വരുന്നത് മക്കളാണ്. ഈ മക്കൾ പോലെ ദുരന്തങ്ങൾ ഇതുങ്ങൾ സിനിമ കയറി സിനിമ മലയാള ഇൻഡസ്ട്രി മുടിഞ്ഞ് നാശമായി. പിന്നെ ഇപ്പോൾ കുറച്ച് പിള്ളേർ പുതിയതൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് പിടിച്ച് നിൽക്കുക പലരും. അല്ല യുവമാരൊക്കെ കൂടെ കളിച്ചൊരു പരിവാക്കി. അതിനകത്ത് ഒറ്റ ഒരു ഇറങ്ങനെ ഉള്ളു കൊള്ളാന്ന് ഫാസിൽ. പിന്നെ ഇപ്പോൾ കുഞ്ഞക്കോവനൊന്ന് കയറി വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ വന്ന് ഇത്രയും കൊല്ലം നിരങ്ങി കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഇനിയും പ്രണവൊക്കെ നിരങ്ങി മുതുക്കനാവുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കുമായിരിക്കും. ഇവർക്ക് എന്താ ഇത്രയും പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവത്ത്. അത്രയും കഴിവില്ലാത്തവർക്ക് ഈ സിനിമയിൽ എങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്, അവനെയൊക്കെ ഒപ്പിച്ചെടുത്തോണ്ട് വരാം. പക്ഷേ അതിന് പോലും പറ്റുന്നില്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശം. പൃഥ്വിരാജിനെ കണ്ടില്ല എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കുന്ന, അല്ലാതെ പൃഥ്വിരാജ് നടനാണോ എന്ന് വെച്ചാൽ എന്ത് നടനാന്ന് എനിക്കറിയത്തില്ല. പൃഥ്വിരാജിനെ മെനക്കെട്ടെന്നൊക്കെ ആക്കിയെടുക്കുന്ന അവൻ തന്നെ ഡയറക്റ്റ് ചെയ്തൊക്കെ ആക്കുന്നുണ്ട്. അല്ലാതെ ക്വാളിറ്റി ദുൽഖറൊക്കെ ഭയങ്കര പാടുപെട്ടാ ജീവിക്കുക. എന്തോ ചെയ്ത് ഒപ്പിച്ചുകൊണ്ട് വരുന്ന നടത്തില്ല. പക്ഷെ നല്ലപോലെ പ്രോഡക്റ്റ് വലിയ കുഴപ്പമില്ലാതെ ഒത്തു കിട്ടും. പക്ഷെ ഇവനതും പറ്റുന്നില്ല പ്രണവനൊന്നും. അതുപോലൊരു സാധനമായിരിക്കും ഈ വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നത്. മോഹൻലാൽ മോനെ കൊണ്ടിറങ്ങും, ഇടയ്ക്ക് മോളെ കൊണ്ടിറങ്ങും. മോഹൻലാൽ ഇതിനെ കൊണ്ടൊക്കെ അങ്ങ് നടക്കുക എന്നുള്ളതാണ്. എവിടെ പരിപാടി ധരിപ്പിച്ചാലും കൂടെ പോയി ഇരിക്കുകയും വേണം, അല്ലെങ്കിൽ നടക്കത്തില്ല. ഒരു വളിച്ച് വിറ്റ് കടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചത്, അപ്പു എന്താ വിസ്മയ്ക്ക് വല്ല ടിപ്പോ എല്ലാം പറഞ്ഞു കൊടുത്തോ ആക്ടിങ്ങിലെന്ന് പറഞ്ഞാൽ മോഹൻലാൽ കോമഡി അടിക്കുക. അതിന് അയാൾക്ക് അഭിനയിക്കാൻ അറിയത്തില്ലോ, പിന്നെ എന്ത് ടിപ്പ് കൊടുക്കാനത് എല്ലാവരും ചിരിക്കുന്നു. അങ്ങനെയൊക്കെ പറയാമോ? കോമഡിയാണ് സംഭവം ശരിയാ, പക്ഷേ അത് അത്ര കോമഡി അല്ല. അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സമയത്ത്. അതുകൊണ്ട് പ്രണവ് മോഹൻലാൽ പറഞ്ഞത് ചില്ല് ചെയ്തിട്ട് വരാൻ പോയി സിനിമയിൽ അഭിനയിക്കാനായിട്ട്. ഈ കേരളത്തിൽ എത്ര അഭിനയമോഹികൾക്ക് ഈ ചില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട് സിനിമയിൽ. ഇതൊക്കെ ഇവരുടെയൊക്കെ ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചേക്കുന്ന സകല സിനിമാ പ്രേമികളോ അഭിനയ പ്രേമികളോ അഭിനയ സ്നേഹികളോ എന്തോ ആയിക്കോട്ടെ, നടനാവാനോ നടിയാവാനോ ഒക്കെ ഇറങ്ങി തിരിച്ചവർക്കൊക്കെ സത്യമായി ഇതൊക്കെ കാണുമ്പോൾ പരിപാടി നിർത്തി പോകണ്ടേ നിങ്ങളൊക്കെ. ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, സിനിമയിൽ മറ്റേ ഓരോ സൈഡ് റോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ആർട്ടിസ്റ്റ് എന്താ പറയുന്നത്, ഈ എക്സ്ട്രാ കൊണ്ട് നിർത്തുമല്ലോ, പുറയിലൊക്കെ ഡാൻസ് കളിക്കാനും 1-2 സീനകത്തൊക്കെ അഭിനയിക്കാൻ വന്നിട്ട് എങ്ങനെയും സിനിമ കയറി പറ്റാന്ന് നടക്കുന്ന പലരും ഉണ്ട്. അതൊന്ന് 1000 ഒരാൾ കയറി വരും. 1000 1 ലക്ഷത്തിലായിരിക്കും ഒരാൾ കയറി വരുന്നത്. ഇവരൊന്നും അങ്ങനെ സെറ്റ് പോയിട്ടില്ല, അഭിനയത്തിനൊന്നും മെനക്കെട്ടിട്ടില്ല. ഈ നടക്കുന്നവർ ഇവരൊക്കെ ജീവിതത്തിൽ നടക്കും. അവർക്കൊക്കെ കയറി വരുമ്പോഴേ നായകൻ ഇത്രയും പബ്ലിസിറ്റി, ഇത്രയും PR വർക്ക്, അതുപോലെ തന്നെ എല്ലാവരും നല്ലത് പറയണം, മീഡിയക്കാരുടെ സപ്പോർട്ട്, സിനിമാക്കാരുടെ സപ്പോർട്ട്, പിന്നെന്താ തുടക്കം ഒടുക്കം, ഇങ്ങനെയൊക്കെയാ ഇതിൻ്റെ ഒരു പോക്ക്. ഇത് ശരിയല്ല. ഇതുകൊണ്ട് സിനിമയ്ക്കും ഗുണം ഉണ്ടാകത്തില്ല, ഒരാൾക്കും പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകത്തില്ല. ഈ മോഹൻലാലിന് പോലും ഗുണം ഉണ്ടാകത്തില്ല, പെണ്ണിന് ഒരു ഗുണം ഉണ്ടാകത്തില്ല. യാതൊരു സംശയം വേണ്ട. ഈ പടം കാണാതെ പാർട്ടി കണ്ടറിയാം പെണ്ണ് അഭിനയിക്കാറില്ലെന്ന്. പിന്നെ കൊച്ചിന് 35 വയസ്സുണ്ട്. ഒരു 35 വയസ്സുകാർ കിടന്ന് കളിക്കുന്ന കളി കണ്ടിട്ട് അതിനെപ്പറ്റി കുറേ പേര് ട്രോളിൽ പോകുന്നത്, അത് ന്യായീകരിക്കാൻ വേറെ കുറേ പേർ ഇറങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ സൈക്കോളജിയൊക്കെ പറയുന്നു. എന്തിനാണോ എന്തോ ഇവിടെ അതൊന്നൊരു വിഷയമല്ല കേട്ടോ. കൊച്ചിന് സൈക്കോളജിയോ സൈക്കാട്രിയോ അല്ലെങ്കിൽ അതിൻ്റെ ഫിസിയോളജിയോ ബയോളജിയോ ഒന്നും ഒരു വിഷയമല്ല, മനസ്സിലായോ? അതിന് അഭിനയിക്കാനെന്ന് അറിയാമെന്ന് തോന്നുന്നില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ അതിപ്പോൾ ഏത് ടൈപ്പ് ബയോളജി ഉള്ളതാണേലും അതിനിപ്പോൾ എന്തൊക്കെ സൈക്കോളജി ഉണ്ടെങ്കിലും സൈക്കാട്രിക് ആണെങ്കിൽ പോലും അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല, മനസ്സിലായില്ലേ? ഈ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ട്. മോഹൻലാൽ കിടന്ന് കാണിക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും മോഹൻലാൽ കാണിക്കുന്ന മഹാ ഊളത്തരങ്ങളാണ്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പുള്ളിയിൽ അഭിനയ സിനിമ വരുമ്പോൾ അത് വേറെ രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുള്ളിക്ക് അഭിനയിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല, ആ കഥാപാത്രത്തിനൊക്കെ ചേർന്ന പോലെ അഭിനയിച്ചാണ് പുള്ളി ഈ പറയുന്ന പോലെ കേരളത്തിലെ ഒരു മഹാനടനായത്. കേരളത്തിലെ ഏഴാം നമ്പറൊക്കെ ചുമ്മാ ഫാൻസുകാരുടെ ഒരു ആഗ്രഹമാണ്. വേറെ മലയാളികളല്ലാതെ വേറെ പട്ടിക്കും പുള്ളി അറിയത്തൊന്നുമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് പുള്ളിക്ക്. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഇവർക്കത് പറ്റത്തില്ല. മോഹൻലാൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ അഭിനയിക്കുകയാണ്, മോഹൻലാലിൻ്റെ അപ്പനും അഭിനയിക്കുക, അവനാണ് അല്ലേ അഭിനയിക്കേണ്ടതായിരുന്നു. പക്ഷെ അതുമല്ല. അപ്പോൾ അതുകൊണ്ട് അത് നോക്കണ്ട. വെറുതെ ഇങ്ങനെ ഇരുന്ന് മീഡിയക്കാർ കിടന്ന് കഷ്ടപ്പെട്ട് തള്ളിയാൽ ഈ പടം വിജയിക്കാൻ മതി. ഇതൊരു 3 ദിവസം കഴിയുമ്പോൾ എല്ലാവരും വെറുതെ നിർത്തിപ്പോകും. ആദ്യം ഇവർ കാണാനൊന്നും കാണത്തില്ല. ഈ ഫാൻസുകാർ പൊട്ടന്മാർ മാത്രമേ ഈ പടം കാണത്തുള്ളൂ. അല്ലാത്തവരൊക്കെ തിയേറ്ററിലൊന്നും പോയി കാണത്തൊന്നുമില്ല. പിന്നെ ഓണമൊക്കെയാണ്
തുടക്കമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പബ്ലിസിറ്റി കൊടുത്ത് എല്ലാവരും പോയി ചില അങ്ങനത്തെ സിനിമ എല്ലാ സിനിമയും കാണുന്ന ഇതും കാണുന്നത്. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ആരും പോകത്തൊന്നുമില്ല. പിന്നെ ഇവരൊരു ഓളം ഉണ്ടാക്കി ഓൺലൈനിലൊക്കെ ഒരു ഇതുണ്ടാക്കി വന്ന് ഈ പെണ്ണ് സിനിമയിൽ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വാർത്തകളൊക്കെ ആക്കി മാറ്റാൻ കഷ്ടപ്പെടുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയും സിനിമ എടുക്കുമ്പോൾ രണ്ടാമത്തെ പടം ഇതുപോലെ തന്നെയാണ് കളിച്ച് കഴിയുമ്പോൾ എല്ലാവരും എടുത്ത് തൂക്കിയെടുത്ത് വെളി കളയും. മിക്കവാറും ഈ പടത്തെ തന്നെ കളയേണ്ടതാണ്. നാളെ മറ്റന്നാളൊക്കെ കഴിയുമ്പോൾ റിവ്യൂ മാറും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കുടുംബ പ്രേക്ഷകരൊക്കെ ഏറ്റെടുക്കുന്ന സീനുണ്ട്.